لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അൽ ഖാലിഖായ, നമ്മയെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അർ-റബ്ബായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്നുപോയിട്ടുള്ള അപാകതകൾ റബ്ബ് വിട്ടുവീഴ്ച ചെയ്തുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ദുനിയാവിലെ ആയുസ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടുന്ന ആ വിധി നാളിൽ അന്ന് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് എടുത്തു പറയാനുള്ള നന്മകൾ ശേഖരിക്കാനുള്ള ഒരു കലവറയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ് എന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെയും അനുഭവമുള്ള ഒരു സംഗതിയായിരിക്കും, അക്കൗണ്ടിൽ മതിയായ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു ഷോപ്പിലേക്കോ മറ്റോ പോയിട്ട് നമുക്ക് വേണ്ടതെല്ലാം വാങ്ങി അവസാനം കൗണ്ടറിലെത്തി ബില്ലടക്കുമ്പോൾ അതിനാവശ്യമായ ഒരു പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ല, ഒരു ബാലൻസ് ഇല്ല എങ്കിൽ നമ്മൾ അങ്ങേയറ്റം പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട പലതും നമ്മൾ ഒഴിവാക്കി എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു ബാലൻസിനൊത്ത പേയ്മെൻറ്റ് നടത്താനാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അവനത് കണ്ടെത്തും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അതേപോലെ തന്നെ ഒരു അണുമണിത്തൂക്കം ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതും അവൻ കണ്ടെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെയും അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം അന്ന് സ്വർഗം ലഭിക്കാൻ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു അമല് സൽക്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതിവിടെ പറയാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ട ഒരു മാസത്തിലാണല്ലോ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
ഇന്ന് ഷാബാൻ 11 നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ലം അറക തസൂമു ഷഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പ്രവാചകരെ, അങ്ങ് ശഅബാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ് നോൽക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ, എന്താണ് അതിന് കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി നൽകുന്നത് 3 വിധത്തിലാണ്. ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമദാൻ. റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള ഈ ഒരു മാസം അധിക ആളുകളും അശ്രദ്ധയിലാണ് ഉണ്ടാവുക. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ ഒരു മാസത്തിലാകുന്നു നമ്മുടെ എല്ലാം കർമ്മങ്ങളുടെ ഏട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഉയർത്തപ്പെടുക. മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിമുൻ. അപ്പോൾ പറഞ്ഞു, ഒരു വർഷത്തെ നമ്മുടെ ഒരു കർമ്മഫലത്തിൻ്റെ ആ റിപ്പോർട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ വഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നത് അൻ തുർഫഅ അമലി, അൻ യുർഫഅ അമലി, എൻ്റെ അമൽ ഉയർത്തപ്പെടണം ബി അന്നി സായിമുൻ, ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്നുള്ളതാണ്. കാരണം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു, നോമ്പിൻ്റെ പ്രതിഫലം എത്രയാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി അറിയില്ല. ഫഇന്നഹു ലീ എന്ന് പറയും, ആ നോമ്പ് എനിക്കുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണനാക്രമത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരുന്ന, ജീവിതത്തിൽ പകർത്തി നമുക്ക് കാണിച്ചു തന്ന ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ഓരോരുത്തരോടുമാണ്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് എന്നത്. ഇപ്പോൾ വിശുദ്ധ മാസമായ റജബ് കഴിഞ്ഞു, പരിശുദ്ധമായ റമദാൻ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശഅബാൻ 11 എന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഇനി 19 ദിവസമേ ഏറ്റവും കൂടിയാൽ ഒരു റമദാൻ മാസത്തിലേക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധരായിരിക്കുന്ന ഈ ഒരു മാസത്തിൽ നമ്മൾ ആ ഒരു അശ്രദ്ധയിൽ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ പ്രത്യേകം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ തന്നെയാണ്. അതിൽ അശ്രദ്ധ കാണിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 തരത്തിലാണ് പണ്ഡിതന്മാർ ഖുർആനും ഹദീസും വെച്ച് ഈ ഒരു വിഷയത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒന്നാമത്തേത് ദിവസേനയാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമുണ്ട്. സുബ്ഹിക്കും അസ്റിനും മലക്കുകൾ മാറി മാറി വരുമെന്നാണ്. അപ്പോൾ ആ ഒരു സമയം അന്ന് നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്, അതവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അവിടെ നോട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്ത നന്മകൾ മാത്രമല്ല തിന്മകൾ കൂടി അതിലുണ്ടാകും എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള എന്താ, കുറച്ച് കഴിഞ്ഞ് റമദാൻ വരും, റമദാൻ കഴിഞ്ഞാൽ നന്നാകാം. പിന്നെ അതുമല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഒരു ഉംറ ചെയ്ത് ഒരു ഹജ്ജ് ചെയ്ത് അങ്ങ് നന്നാകാം. അതിന് സമയം കിട്ടിയില്ലെങ്കിലും ആ ദിവസത്തിൽ നമ്മൾ ചെയ്ത ആ തിന്മ അവിടെ എത്തി എന്നുള്ളതാണ്. അള്ളാഹു പുറത്തു തരട്ടെ, ആമീൻ. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം ആഴ്ചയിലാണ്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി സുന്നത്ത് നോമ്പ് പഠിപ്പിച്ചു തന്നതും ആ 2 ദിവസങ്ങളിലാണ് എന്ന് വളരെ കോയിൻസിഡൻസ് അല്ലത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്താക്കിയ ഒരു വിഷയമാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ദിവസവും അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ആഴ്ചയിലെ നമ്മുടെ കർമ്മങ്ങളുടെ ഏട് അതിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. മൂന്നാമത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടിയ ഈ ശഅബാൻ മാസത്തിലാണ് നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളുടെയും ക്രോഡീകരിച്ച റിപ്പോർട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്നൊരു കാര്യം, നോമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു റമദാനിലെ നോമ്പല്ല ഇപ്പോൾ നോറ്റുവിട്ടുന്നത്. ഏതെങ്കിലും റമദാനിൽ നോറ്റുവിട്ടാനുള്ള നോമ്പല്ല
അടുത്ത റമദാനിന് മുമ്പുള്ള ഈ ഒരു മാസത്തിൽ നോറ്റുവെട്ടുന്നത് ഒന്ന്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും പൊതുവെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുമുണ്ടായിരുന്നു. അതിന് പുറമെ അയ്യാമുൽ ബീദ് 3 ദിവസത്തിലെ നോമ്പുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രയോഗം എന്താ? റസൂലേ, നിങ്ങൾ ഈ മാസത്തിൽ നോമ്പ് നോക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായി ഈ ഒരു മാസത്തിൽ നോമ്പ് നോറ്റിരുന്നു എന്ന് വളരെ കൃത്യമായി ഹദീസുകളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ ഒരു മാസത്തിൽ നമ്മുടെ ഏടുകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ പാപങ്ങളെല്ലാം ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഒരു മുസ്ലിമായി ജീവിക്കാനും നല്ല ഒരു മുസ്ലിമായി തന്നെ മരിക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.